എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പം പാർട്ട് 2 ആണ് ബുള്ളറ്റിൻ്റെ കോൾ സ്റ്റാർട്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആദ്യത്തെ പാർട്ടിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കിക്ക് റിട്ടേൺ സ്പ്രിങ് മാറ്റിയിരുന്നു. ബാക്കി ഇതിൻ്റെ അന്ന് ബാറ്ററി ആയിരുന്നു. അപ്പോൾ പുതിയ ബാറ്ററിയും ബാക്കി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ ബുള്ളറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി വരുന്നത് 346cc ആണ്. അതായത് ബുള്ളറ്റ് 350cc. ഇതൊരു സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് വിത്ത് ഓവർ ഹെഡ് വാൾവ് എഞ്ചിനാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രോക്ക് എന്ന് പറയുന്നത് 90 mm ആണ്. പിന്നെ കംപ്രഷൻ റേഷ്യോ 7.25:1. പിന്നെ ഇതിൻ്റെ കംപ്രഷൻ പ്രഷർ എന്ന് വരുന്നത് 110 ±5 PSI ആണ് ഇതിൻ്റെ റെക്കമെൻഡഡ്. അതുപോലെ തന്നെ എഞ്ചിൻ ഔട്ട്പുട്ട് വരുന്നത് 18 bhp 5625 RPM. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ റോയൽ എൻഫീൽഡ് 350ൻ്റെ മന്ത്ലി ചെക്കപ്പും മെയിനായിട്ട് അതായത് മെയിൻ്റനൻസ് വരുന്നത് മന്ത്ലിയും ട്രൈ മന്ത്ലിയും 6 മന്ത്ലിയാണ് മെയിനായിട്ട് ഇതിൻ്റെ കമ്പനി റെക്കമെൻഡ് ചെയ്യണ സർവീസസ്. അതായത് മന്ത്ലി എന്ന് പറയുമ്പോൾ 500 കിലോമീറ്റേഴ്സ്, ട്രൈ മന്ത്ലി എന്ന് പറയുമ്പോൾ 5000 കിലോമീറ്റേഴ്സും 6 മന്ത്ലി എന്ന് പറയുന്നത് 10,000 കിലോമീറ്റേഴ്സാണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് ഈ മന്ത്ലി 500 കിലോമീറ്റേഴ്സിൽ വരുന്നത് മെയിനായിട്ട് വരുന്ന ചെക്കപ്പ്സ് എന്താണ്? എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ എഞ്ചിനും ക്ലച്ചും, പിന്നെ കോണ്ടാക്ട് ബ്രേക്കർ ഗ്യാപ്പും ചെക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ടാപ്പറ്റ് ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെൻറ്റും, ക്ലച്ച്, ത്രോട്ടിൽ, ഫ്രണ്ട് ബ്രേക്ക് കേബിൾസ് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനും, പിന്നെ ലൂബ്രിക്കൻ്റ് റിയർ ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടും റിയർ ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻസും, പിന്നെ അതുപോലെ ആണെങ്കിൽ പഴയ ടൈപ്പ് ബാറ്ററി ആണെങ്കിൽ ഡിസ്റ്റിൽ വാട്ടർ വെച്ചിട്ട് ടോപ്പപ്പ് ചെയ്യണം. പിന്നെ രണ്ടാമത് വരുന്നത് ഇതിൻ്റെ ട്രൈ മന്ത്ലിയാണ്. ട്രൈ മന്ത്ലി 5000 കിലോമീറ്റേഴ്സാണ്. അതിൽ വരുന്നത് മെയിനായിട്ട് വരികയാണെങ്കിൽ സ്പാർക്ക് പ്ലഗ്, പിന്നെ അതുപോലെ തന്നെ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സും, പിന്നെ ഇഗ്നിഷൻ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ വാൾ ടാപ്പ് ക്ലിയറൻസ് അഡ്ജസ്റ്റ് ചെയ്യുക, എയർ ക്ലീനർ അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കാർബറേറ്റർ ട്യൂൺ ചെയ്യുക, ക്ലീൻ ചെയ്യുക, പിന്നെ ഫ്യൂവൽ ഗ്യാപ്പ് അതുപോലെ തന്നെ ഫ്യൂവൽ ടാപ്പിൽ വരുന്ന ക്ലീൻ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്കും ഫ്യൂവൽ ലൈൻസും ചെക്ക് ചെയ്യുക, പിന്നെ ക്ലച്ച്, പിന്നെ ഫ്രണ്ട് റിയർ ബ്രേക്സ്, പിന്നെ ഫോർക്ക് ഓയിൽസ്, പിന്നെ അതുപോലെ തന്നെ എല്ലാ കേബിൾസും കാര്യങ്ങളൊക്കെ സ്പീഡോമീറ്റർ കേബിൾസും, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഫങ്ഷനിങ് അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ 6 മന്ത്ലീസ് വരുന്നത് 10,000 കിലോമീറ്റേഴ്സാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുക, പിന്നെ പഴയ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, പിന്നെ ഫോർക്ക് ഓയിൽ, പിന്നെ റിയർ ആൻഡ് ഫ്രണ്ട് ബ്രേക്സ് ലൈനിങ്ങും, പിന്നെ സ്റ്റിയറിംഗ് പ്ലേ ഹെഡ് ബെയറിങ്സിന് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ സ്റ്റിയറിംഗ് ലോക്കും, പിന്നെ ആവശ്യത്തിന് ലൂബ്രിക്കൻ്റ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുക. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരുന്ന സ്പാർക്ക് പ്ലഗ് NGKയുടെ സ്പാർക്ക് പ്ലഗ്ഗാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ എഞ്ചിൻ ഓയിൽ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവൽ നോക്കാം. 2 പോയിൻറ്റ്സ് ഉണ്ടാവും. ഒരു H മാർക്കെന്ന് കാണാം, അതുപോലെ തന്നെ L മാർക്കും കാണാം. പിന്നെ മെയിൻറ്റെയിൻ എപ്പോഴും ഓയിൽ ലെവൽ H മാർക്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ടോപ്പപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ 350ൻ്റെ ടയർ പ്രഷർ വരുന്നത് ഫ്രണ്ടിൽ 32 PSIയും
പിന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 14.5 ലിറ്റേഴ്സാണ്. പിന്നെ അതിൻ്റെ റിസർവ് കപ്പാസിറ്റി വരുന്നത് 1.25 ലിറ്റേഴ്സാണ്. അപ്പോൾ നമ്മളൊന്ന് പുതിയ ആമറോണിൻ്റെ ബാറ്ററി ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൽ വരുന്നത് എർത്ത് വയർ ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത ബാറ്ററി 12 വോൾട്ട് 5 ഓർ 5.5 ആംസ് ഹവർ കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓയിൽ കപ്പാസിറ്റി പിന്നെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഓയിൽ ടാങ്ക് വരുന്നത് 2.25 ലിറ്റേഴ്സാണ്. പിന്നെ SAE സൊസൈറ്റി ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിൻ്റെ ഗ്രേഡ് വരുന്നത് 20W50 ആണ്. പിന്നെ അതുപോലെ തന്നെ ഫോർക്കിൽ വരുന്നത് 200 ml ഈച്ച് ലെഗിലാണ് ഹൈഡ്രോളിക് ഓയിൽ. ഓരോ SE 10W30. പിന്നെ ക്ലച്ചിൽ വരുന്നത് 450 ml അപ്രോക്സിമേറ്റ് ഒരു SAE 20W40 ഓയിലാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് വരുന്നത് 0.46 to 0.50 mm ആണ്. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റർ അതായത് കണ്ടൻസർ വരുന്നത് 0.18 to 0.25 MFD. പിന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന സ്മാർട്ട് പ്ലഗ് എന്താണെന്ന് പറഞ്ഞാൽ NGK BR8 ES എന്ന് പറഞ്ഞൊരു മോഡലാണ് കമ്പനി ബുള്ളറ്റ് 500cc റെക്കമെൻഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്ക് 350യുടെ കേസ് നോക്കുകയാണെങ്കിൽ B7HS NGKൻ്റെ 14mm ഡയമീറ്ററിൻ്റെ സ്പാർക്ക് പ്ലഗാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നേരെ അടുത്ത പോയിന്റ് നേരെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ കോണ്ടാക്ട് ബ്രേക്കർ യൂണിറ്റാണ്. കോണ്ടാക്ട് ബ്രേക്കർ യൂണിറ്റോ അല്ലെങ്കിൽ കോണ്ടാക്ട് സെറ്റോ എന്ന് പറയും. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ക്ലീൻ വരുന്ന 5000 കിലോമീറ്റേഴ്സിലാണ്. പിന്നെ ഇതിൽ മെയിൻ വരുന്ന പാർട്സ് ഒരു ക്യാമാണ്, പിന്നെ ഹീല്, പിന്നെ ഒരു മൂവിങ് പോയിൻറ്റും ഉണ്ടാവും, ഒരു ഫിക്സഡ് പോയിൻറ്റും ഉണ്ടാവും, പിന്നെ ഒരു പിവോട്ടും ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഒരു സ്പ്രിങ്ങും ഉണ്ടാവും. അത് രണ്ടുമായിട്ടാണ് ഉണ്ടാവുക. അതായത് ഒന്ന് പോയിൻ്റ് ഓപ്പൺ ചെയ്തതും ഒന്ന് പോയിൻ്റ് ക്ലോസ്ഡും. പിന്നെ അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ 2 ടൈപ്പ് വരുന്നത്, അതായത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് 350cc NGKയുടെ B7HS പിന്നെ 500cc NGKൻ്റെ BR8 ES ആണ് അതിൻ്റെ റെഫറൻസ് നമ്പർ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന CB പോയിൻറ്റ്സിൻ്റെ മെയിൻ പാർട്സ്. ഇത് ജസ്റ്റ് ഒന്ന് ഡയഗ്രാമായിട്ട് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. കോണ്ടാക്ട് ബ്രേക്കർ സെറ്റിങ്സ് ഫസ്റ്റ് നമ്മൾ 800 കിലോമീറ്റർ കഴിഞ്ഞ് ഫസ്റ്റ് അതിൽ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എല്ലാ 5000 കിലോമീറ്റേഴ്സ് കൂടുന്തോറും അത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
ക്യാം. ഫിക്സഡ് പോയിന്റ് ആണ് മൂവിങ് പോയിന്റ്. അതുപോലെ തന്നെ കോണ്ടാക്ട് ബ്രേക്കറും അതല്ലെങ്കിൽ കോയിൽ ഇഗ്നിഷനും അതിൻ്റെ പോയിന്റ് ഗ്യാപ്പ് വരുന്നത് 0.14 അല്ലെങ്കിൽ 0.16, അതിൻ്റെ പറയാൻ 0.35 to 0.4 mm ആണ്. പിന്നെ പോയിന്റ് ഓപ്പൺ ആണ്. പിന്നെ ടൈമിംഗ് ബിഫോർ ടോപ്പ് ഡെഡ് സെൻറ്റർ, അത് ടൈമിംഗ് ബിഫോർ TDSയിലേക്ക് വരുന്നത് 0.8 mm ആണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് വരുന്നത് 0.46 to 0.50 mm. പിന്നെ അതിൻ്റെ കപ്പാസിറ്റർ 0.18 to 0.25 MFD. പിന്നെ ഇതിൻ്റെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന എൻജിൻ സ്പ്രോക്കറ്റ് വരുന്നത് 25 ടീത്താണ്. പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് സ്പ്രോക്കറ്റ് 56 ടീത്തുമാണ്. പിന്നെ ഇതിൽ ഫസ്റ്റത്തെ ഡയഗ്രാം വരച്ചത് പോയിൻ്റ് ഓപ്പൺ ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ്, അതായത് നമ്മുടെ കോണ്ടാക്ട് ബ്രേക്കറിൻ്റെ. പിന്നെ എപ്പോഴും അത് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ പോളിഷ് ചെയ്യുക. 5 കാർബണൈഡ് സ്റ്റോണോ അല്ലെങ്കിൽ ചെറിയ ഫൈൻ ഒരു എമരി ക്ലോത്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ കോണ്ടാക്ട് ബ്രേക്കർ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് നന്നാവും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സിൽ വരുന്നതാണ് കുറേ ഫിയർ ഗേജും അതുപോലെ തന്നെ ഡയൽ ഗേജൊക്കെ വെച്ചിട്ടാണ് കറക്റ്റ് പൊസിഷനിൽ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ഒരു 2 ഡയഗ്രാം ഞാൻ, അതായത് പോയിൻ്റ് ഓപ്പൺ ചെയ്തതും പോയിൻ്റ് ക്ലോസ് ചെയ്ത 2 ഡയഗ്രാമാണ് ഇപ്പോൾ ഇതിൽ വെച്ചത്. അതിൽ മെയിൻ പാർട്സ് അതിൽ അടയാളപ്പെടുത്തിയ പോലെ തന്നെ ക്യാമും ഹീലും ഫിക്സഡ് പോയിൻറ്റും പിന്നെ പിവോട്ടും സ്പ്രിങ്ങും പിന്നെ ആ മൂവിങ് പോയിൻറ്റും ഫിക്സഡ് പോയിൻറ്റും നമ്മൾ ആ കോൺടാക്ട് ചെയ്യണതാണ് ഡാർക്കൺ ചെയ്തത്. ഇതിൽ ബ്രംബോയുടെ ഒരു ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തത്. ഡിസ്കിൻ്റെ ഓയിൽ .3 or .4 നമുക്ക് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ഉപയോഗിച്ച കാർബറേറ്റർ പറഞ്ഞതിൽ VM24 ടൈപ്പാണ് കാർബറേറ്ററാണ് 350 യൂസ് ചെയ്തത്. മെയിനായിട്ട് കാർബറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂവൽ മിക്സിംഗ് ആണ്. അതായത് 3 ടൈപ്പ് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തത്, അതായത് സ്റ്റാർട്ടിംഗ് ജെറ്റ് സിസ്റ്റം, പൈലറ്റ് സിസ്റ്റം, മെയിൻ ജെറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഡെപ്സ്റ്റിക്ക് എഞ്ചിനോയിലൊന്ന് ജസ്റ്റ് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഗ്രേഡ് വരുന്നത് SAE 20W40 ആണ്. പിന്നെ 4 കോയിൽ വരുന്നത് 200 ml ആണ് ഈച്ച് ലെഗിലും. അത് ഗ്രേഡ് SAE 10W30 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പപ്പ് ചെയ്യാം. പിന്നെ എൻഫീൽഡിൻ്റെ വാൾ ടൈമിങ്ങിൻ്റെ ക്ലിയറൻസ് 0.012 ആണ്. പിന്നെ എക്സോസ്റ്റും ഓപ്പണും ക്ലോസും വരുന്നത്, എക്സോസ്റ്റ് ഓപ്പൺ വരുന്നത് 75 ഡിഗ്രി ബി ബോട്ടം BDCയിലാണ്. പിന്നെ എക്സോസ്റ്റ് ക്ലോസ് ചെയ്യുന്നത് 35 ഡിഗ്രി ആയിട്ട് DDCയിൽ.
പിന്നെ ഇതിൻ്റെ ബ്രേക്സ് വരുന്നത് ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ അതുപോലെ തന്നെ റിയറിൽ വരുന്നത് 153x75 സിംഗിൾ ലീഡിങ് ഷൂ ടൈപ്പ് ബ്രേക്സാണ്. ഇതിൻ്റെ ഫൈനൽ ഡ്രൈവ് സ്പ്രോക്കറ്റ് വരുന്നത് 16 ടീത്താണ്. ജസ്റ്റ് നമുക്കൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം.